ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഞങ്ങളുടെ ഒരു ഡ്രസ്സില്ലേ, മറ്റേ ജോർജറ്റിന്റെ ഒരു അംബ്രലയിട്ട് പാൻറ്റും സ്കേർട്ടും പാൻറ്റും ടോപ്പും ഷോളും ഇട്ടിട്ട് ഞാൻ ശരിയും തയ്ച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുറേ പേര് അതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് ഗാച്ചിക്ക് തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തു. വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും പെൻഡിങ് കിടക്കണേ. അത് ഞാൻ പരമാവധി എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടിയുടുപ്പാണ്. ഇത് നമ്മുടെ കുഞ്ഞുമാളുവിന്റെ പേരുവിളി 90 അല്ല, പേരുവിളിയാണ്. അപ്പോൾ പേരുവിളിന്റെ ഉടുപ്പാണ് കേട്ടോ ഇത്. കാരണം ഒരു സ്കേർട്ട് ടോപ്പ് ഇപ്പം തയ്ച്ചിട്ട് കാര്യമില്ലല്ലോ, അവർ എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ. അപ്പം ഇതെങ്ങനെ തയ്ക്കണം എന്നുള്ളത് കാണിക്കണേ. ഇത് കുഞ്ഞുമാളിന് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇച്ചുമ്മയ്ക്ക് തയ്ക്കാനുണ്ട്. അപ്പോൾ ഇച്ചുമ്മയ്ക്ക് എങ്ങനെ തയ്ക്കണം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 1 ഷോൾഡർ ആണ്. ഇത് ഒരു സൈഡിൽ ഷോൾഡർ ഉണ്ട്, ഇവിടെയും ഷോൾഡർ ഉണ്ട്. ഇത് ജസ്റ്റ് ടൈ ചെയ്ത് വെച്ചേക്കാന്ന് മാത്രം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് വരുന്നത്. ഷുവരിക്കും കുഞ്ഞുമാളിനും മാച്ച്, ഞാനും ഇച്ചിമി മാച്ച്. അങ്ങനെയാണ്. അപ്പം എങ്ങനെയാണ് അതിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഞാൻ എങ്ങനെയാണ് തയ്ച്ചെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ എവിടെ നോക്കിയിട്ടൊന്നല്ല, എങ്ങനെ തയ്ക്കാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ സ്വന്തമായി അങ്ങനെ തയ്ച്ചത് മാത്രം. അപ്പം കാണിച്ചു തരാം. ആദ്യം മെറ്റീരിയൽ എടുക്കുക. അതായത് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോൾഡ് ചെയ്യുക. ആദ്യം ഇങ്ങനെയാണ് കേട്ടോ തയ്ക്കണത്. ഞാൻ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യണേ. ഇതെന്റെ മാർജിനാണ്. ഇത് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി വിട്ടേക്കുന്നതാണ് കേട്ടോ. യോക്കിന്റെ ലെങ്ത് വരുന്നത് 6 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇവിടെയും മാർജിൻ വിട്ടിട്ട് വേണം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. പിന്നെ അവരുടെ കൈക്കുഴിയുടെ വരുന്നത് 3 ഇതാദ്യം നമുക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് ഒരു സെൻറ്റർ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്ന് നമുക്ക് ഷോൾഡർ 2.5, ഇവിടെയും ഇവിടെ 2.5, അപ്പോൾ 5. ഇതിൻ്റെ ഇടയിൽ ഫോണിൻ്റെ സ്പേസ് തീർന്ന് കട്ടായി പോയിട്ട് എല്ലാം മാർക്കിങ് കഴിഞ്ഞിട്ടാണ് ഞാനത് കാണുന്നത്. ഇത് അവരുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ, 8. അപ്പോൾ 2 സൈഡിലും 4 വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച്, 1 ഇഞ്ചൊക്കെ മതിയോ, ഉണ്ണികളല്ലേ. പിന്നെ അളവെടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈറ്റിൽ അളവെടുക്കാണ്ട് ലൂസിൽ തന്നെ എടുക്കുക. പിന്നെ ഓരോരുത്തരുടെ മെഷർമെൻ്റ് അനുസരിച്ച് ഇതിൽ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പം ഇച്ചുമ്മേൻ്റെ അളവാണ്. കുഞ്ഞുമാളും ഇച്ചുമ്മയ്ക്ക് ഏകദേശം ഒരേ അളവായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി, ഒരു സൈഡ് കൈക്കുഴി നമ്മൾ വരച്ചു കൊടുത്തു. മറ്റേ സൈഡ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയിട്ട് വേണം ജോയിൻ ചെയ്യാൻ. കാരണം ഒരു സൈഡിൽ ഷോൾഡർ ഉണ്ട്, മറ്റേ സൈഡിൽ നോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം കൈക്കുഴിയുടെ അവിടേക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇതൊന്നും നമുക്ക് വേണ്ട. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഷേപ്പ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 4 ആക്കി മടക്കാത്തത്. 2 ആക്കി മടക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. നമുക്ക് ബാക്കി എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് മാർക്കിങ് വരിക, അതിൻ്റെ ഷോൾഡർ സ്ട്രെയിറ്റ് വരയ്ക്കുക. കാരണം നമുക്ക് ആ നോട്ട് എവിടെ ഇടണ്ടേന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് വരച്ചിട്ട് നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഒരു 1.5 ഇഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സെയിം അതുപോലെ തന്നെ ഒരു 1.5 ഇഞ്ചിൽ നമ്മൾ ആ നോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്യുക. നമുക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഈ ലൈനിങ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം. മെറ്റീരിയൽ വന്നിട്ട് അജ്രക്കിൻ്റെ ആണ്. അതുപോലെ ബ്ലാക്ക് കോട്ടൻ്റെ ലൈനിങ്ങും താഴത്തേക്ക് എടുത്തേക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഇതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ധാവണിയുടെയും. എല്ലാവരും ചോദിച്ചായിരുന്നു മെറ്റീരിയൽ എന്താണെന്ന്. അജ്രക്കും ജോർജറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇല്ല, നമുക്ക് അത്രയും സമയം കിട്ടിയില്ല സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എടുക്കാനും ഇടാനൊന്നും. അതുകൊണ്ട് നമ്മൾ ഉണ്ണികളുടെ മാത്രമാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മുടെ യോക്ക് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിലേക്ക് നോട്ട് ഇടാനുള്ള വള്ളി സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ 2 നല്ല അത്യാവശ്യം ലെങ്ത്തുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിത് അടിച്ചു കൊടുത്തിട്ട് മറിച്ചിടുക. അത് ഞാൻ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ മറിച്ചിട്ടത്. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. നമുക്കിതിനി എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നോട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ ആദ്യം തല തിരിച്ചിട്ട് വേണം നമ്മൾ ഈ വള്ളി വെക്കാൻ. കാരണം നമുക്ക് സ്റ്റിച്ച് അധികം പുറത്തേക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ക്ലോത്ത് വെക്കുക. അത് നമ്മുടെ ഭാഗത്തേക്ക്, അതിൻ്റെ പൊട്ടപ്പുറന്ന് പറയില്ലേ നമ്മൾ, അത് നമ്മുടെ ഭാഗത്തേക്ക് ഫേസ് ചെയ്തിരിക്കണം. അങ്ങനെ വെച്ചിട്ട് നമ്മളിതിൻ്റെ കൈക്കുഴിയും ഷോൾഡറും കൂടെ അടിക്കുക. എല്ലാ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ.
കണ്ടോ, ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്ത് ഞാൻ മറച്ചിട്ടിട്ട് തേച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക ഇതിൻ്റെ രൂപം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മടക്കി നമ്മൾ അടിക്കുക. അവിടെ നമുക്ക് പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാനാണ്. ഉണ്ണികൾക്ക് നമ്മൾ ഫുൾ ഷേപ്പായിട്ട് തയ്ക്കാൻ പറ്റില്ല. അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഓപ്പണിങ് ഇല്ലാണ്ട് കടത്താനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നെ ലൂസിൽ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഇതുപോലെ മടക്കി 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി അതിൻ്റെ മറ്റേ സൈഡ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നുമില്ല, ജസ്റ്റ് സ്ട്രെയിറ്റ് അടിക്കുക. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ പ്രസ് ബട്ടൺ വെച്ച ഭാഗം ഉണ്ടല്ലോ, അത് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, അത് ചുമ്മാ ഇതുപോലെ ഒപ്പം വെച്ചിട്ട് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇതിൻ്റെ മുകളിൽ നമുക്ക് താഴേക്കുള്ള ഭാഗം ഫിക്സ് ചെയ്യേണ്ടതാണ്, ലൈനിങ് അടക്കം. അപ്പോൾ അതുകൊണ്ട് ഇത് ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിടുക, ഒന്ന് വിടാണ്ടിരിക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് ഒന്ന് ലോക്ക് ചെയ്തിട്ടാൽ മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ നമ്മുടെ യോക്കിൻ്റെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സൈഡിൽ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുക വേണ്ടു, അത് ലാസ്റ്റ് ചെയ്യാനുള്ളൂ ഞാൻ. ഇത് നമുക്കിനി താഴെ ഭാഗം ചെയ്യാം കേട്ടോ. ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഞാൻ എന്താ പറയുക, പ്ലീറ്റ്സ് അല്ല ഇടുന്നത്, ജസ്റ്റ് ഫ്രില്ല് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രില്ല് പോലെ വരുമല്ലോ, അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള ബോർഡർ എടുക്കുക. ഞാൻ പുണ്ണിക്ക് മൊത്തത്തിൽ എടുത്തേക്കുന്നത് ഒരു 4 ഇഞ്ചാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 3.5-3.25 ഇഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ ആ ജോർജറ്റിൻ്റെ മെറ്റീരിയലും കട്ട് ചെയ്തിട്ട് അടിഭാഗം രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. നമ്മുടെ അജ്രക്കിൻ്റെ മെറ്റീരിയലും ജോർജറ്റും തമ്മിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഞാൻ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചിട്ട് പതുക്കെ നൂല് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് കിട്ടും. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇടണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ഫ്രില്ലിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രില്ലിടുക. ഫ്രില്ലിട്ട് കഴിയുമ്പം നമുക്കിതാ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ യോക്കും ഇതും തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് നമ്മുടെ യോക്കിൻ്റെ ആവശ്യത്തിന് ആ ഫ്രില്ലൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് അടിഭാഗം കൂട്ടിയടിക്കുക. അങ്ങനെ തയ്ച്ച് കഴിയുമ്പം ഇതുപോലെയാവും. ഇതിപ്പോൾ നമ്മൾ ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ലൈനിങ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി ലൈനിങ്ങും ഇതുപോലെ ഫ്രില്ലിട്ടിട്ട്, ലൈനിങ് ഞാൻ ഫ്രില്ലിട്ടിട്ട് തയ്ച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ആ ഫ്രില്ലിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാൻ. നമ്മളത് അങ്ങനെ ഫ്രില്ല് വെച്ച് തയ്ക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ എല്ലാതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യും. ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ഉണ്ണികളുടെ ആണെങ്കിലും ചെയ്യാറുണ്ട്, കാരണം പിന്നീടത് പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മുടെ തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞുടുപ്പ് കേട്ടോ. ഇതില് നമ്മുടെ കുഞ്ഞുമോള് നല്ല അലമ്പാ. ഇതിൽ സൈഡിൽ ഞാൻ ഒരു പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തായിരുന്നു. സൈഡിൽ ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തായിരുന്നു ഈ സൈഡില്. ഇത് കണ്ടോ, ഉണ്ണികളുള്ള കാരണം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. അവളത് നല്ല അലമ്പാ. അപ്പൊ ഞങ്ങൾ ഇനി പതുക്കെ താഴെ പോട്ടെ വേണ്ട, നല്ല കളിച്ചില്ല. അവന് താഴെ പോയിട്ട് ഇച്ചുമേനെ ഇടിച്ചു നോക്കണം. ഇതിന്റെ ഇട്ടിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും അന്നത്തെ നൂലേട്ടിന്റെ വീഡിയോയിൽ കാണിക്കും. നൂലേട്ടല്ല, സോറി, പേരുവിളിയുടെ വീഡിയോയിൽ നമ്മൾ എന്തായാലും ഇട്ടിട്ട് കാണിക്കും. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്.